ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ റിപ്പയർ ചെയ്യുന്നത് നമ്മുടെ OSSൻ്റെ T210 എന്ന് പറഞ്ഞിട്ടുള്ള സോൾഡറിങ് അയണാണ്. അപ്പോൾ ഈ ഒരു സോൾഡറിങ് അയണിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വോൾട്ടേജിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് ഒന്ന് രണ്ട് സംഗതികളൊക്കെ എന്തായി ഡാമേജ് വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ T210 ഇതും ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ വളരെ ഈസിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 സ്ക്രൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും 4 സ്ക്രൂസ് ഉണ്ടാവും. അപ്പോൾ ഇത് 4ഉം റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 മുകളിലെ 2 വെച്ച് റിമൂവ് ചെയ്യണം, മുകളിൽ പോർഷൻ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടിയിലെ സ്ക്രൂ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതും ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഇന്നലെ നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ ഫ്യൂസ് ഇട്ടപ്പോൾ വീണ്ടും ആ ഫ്യൂസ് പോയി. രണ്ടാമത് നമ്മളൊരു ഫ്യൂസ് കൂടി ഇട്ട് കൊടുത്തപ്പോൾ ആ ഫ്യൂസും കത്തിപ്പോയി. അതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ടായിരുന്നു. ആ ഫ്യൂസ് 2 പീസായിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി എന്തായിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ് ആണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി. അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് വീണ്ടും ഇവിടെ നമ്മളതിന് പകരം ഒരു ഫ്യൂസ് ഇട്ട്, കാരണം ഒരു വയറൊന്നും ഇട്ടാൽ പോരാ, നമ്മൾ മിനിമം 2 വയറെങ്കിലും ഇട്ടണം, കാരണം അത്യാവശ്യം ആംബിയർ ഉണ്ടാവും. അപ്പോൾ അതിട്ടിട്ട് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും നമ്മൾ ഓണാക്കി നോക്കിയപ്പോൾ 2 ഫ്യൂസ് വീണ്ടും പോയി. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയത് ഇതും പോയി. അതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു NTC അതുപോലെ തന്നെ ഒരു വേരിസ്റ്ററൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ നമ്മുടെ ഈ ഡയോഡ് ഷോർട്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഡയോഡും ഷോർട്ടായിരുന്നു. അപ്പോൾ ഈ 2 ഡയോഡ് നമുക്ക് മാറ്റേണ്ടി വന്ന്. അപ്പോൾ ഡയോഡ് വെറുതെ ഷോർട്ടാവില്ല, ഈ ലൈനിൽ വേറെ എന്തോ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടാണ് ഡയോഡ് ഷോർട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു കപ്പാസിറ്ററും മാറ്റേണ്ടി വന്നു. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ അവിടെ ആദ്യം ഉണ്ടായിരുന്ന കപ്പാസിറ്ററാണ് ഈ കാണുന്നത്. ഈ കപ്പാസിറ്റർ ഉണ്ട്, കുറച്ച് ഇങ്ങനെ ബൾജായിട്ടാണ് നിൽക്കുന്നത്. ഈ ടോപ്പ് സൈഡ് നോക്കി നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ബൾജാണ്. അപ്പോൾ ഇതായിരുന്നു അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു കപ്പാസിറ്റർ. ഓക്കെ, 33 MUFൻ്റെ 400 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളവിടെ വേറെ കപ്പാസിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് ചെറിയ മാറ്റം ഉണ്ടാവും. 450 ആണ്, പക്ഷേ MUF 33 സെയിം ആണ്. മറ്റത് അതിൻ്റെ പഴയ തന്നെയാണ് ഈ കാണുന്നത്. അങ്ങനെ ആ ഒരു കപ്പാസിറ്റർ മാറ്റി അതിന് ശേഷം ഈ 2 ഡയോഡ്സ് നമ്മൾ ചേഞ്ച് ചെയ്തു. കാരണം ആ ഡയോഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ 2 ഡയോഡ് മാത്രം വേറൊരു ചെറിയൊരു ഷേപ്പിൽ അതിൻ്റെ മുകളിൽ എഴുതിയതിലൊക്കെ ചെറിയൊരു മാറ്റം കാണാം. ഓക്കെ, M7 എന്ന് പറഞ്ഞ ഡയോഡാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇതും വാങ്ങിച്ചു ഇതിട്ടു. ഇപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ പുതിയ ഫ്യൂസ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫ്യൂസ് നമ്മൾ വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു T210 ഒക്കെ വോൾട്ടേജ് വേരിയേഷൻ കൊണ്ട് ഡാമേജ് വന്നാൽ കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്ക്രൂസ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ തിരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തിരിച്ച് ഫുള്ള് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോൾഡറിങ് ആണ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹീറ്റ് ആവുന്നൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, സംഭവം ഫുള്ള് സെറ്റാണ്. അപ്പോൾ ഇതുപോലെ T210 കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാം.